പിന്നെ നീ ഇവിടെ ഇരിക്കുക. ഞങ്ങൾ നിൻ്റെ അച്ഛനെ ചെന്ന് കണ്ടിട്ട് സെറ്റാക്കിയിട്ട് വിളിക്കാം. എന്നിട്ട് നീ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ? ബ്രോ ലൈറ്റർ എടുക്കുമാ ബ്രോ? എടാ ഒന്ന് കളഞ്ഞിട്ട് വാടാ. അവൻ്റെ അച്ഛനെ കാണാൻ പോകുമ്പോഴാണ് ലൈറ്റർ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിന്റെ കയ്യിലിരിക്കുന്ന ഡയറി അതിക്ക് തന്നേക്ക്. അതുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ ചാക്കിലാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന്. ആരാ? ബിനോയുടെ ഇവിടെ അല്ലേ? അതെ. നിങ്ങൾ? ഞങ്ങൾ ബിനോയുടെ ഫ്രണ്ട്സാ. ഞാനെന്നാ ചായ എടുക്കാൻ തന്നെ. സാർ വേണ്ട സാർ. ചേട്ടാ, ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിഞ്ഞതേ. അപ്പോൾ നേരിട്ട് ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി അതാ വന്നത്. പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. നിങ്ങളെ രണ്ടുപേരെക്കുറിച്ചും അവൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നിങ്ങൾ അവൻ്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന? ഇല്ല സാർ, ഇല്ല. ഓഫീസിലൊന്ന് വേറെ വെളിയിൽ. ചേട്ടാ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നമ്മളിനി അത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. அவனு சேட்டனே വലിയ കാര്യമോ? ஆமாம் சார், இன்னைக்கு அவனை பார்க்குறப்ப கூட அவன் உங்களை பற்றி தான் சார் பேசிகிட்டு இருந்தான். ചേട്ടൻ പേടിക്കണ്ട, ഞങ്ങൾ അവനോട് എല്ലാം പറഞ്ഞ് സംസാരിച്ച് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അവന് ചേട്ടനോട് കണ്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ചേട്ടൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അവനെ വിളിക്കാം. അവൻ കാറിലുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളിത് ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? സാർ സാർ ബിനോയോടെ അപ്പം തന്നെ സെറ്റിങ്. ബിനോയുടെ അപ്പൻ ഞാൻ തന്നെയാണ്. പക്ഷെ ഇത് ബിനോയ് അല്ലേ? ഇതും നോക്കി. ഇത് അവൻ്റെ ഡയറി ആണല്ലോ. നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? സാർ അവനെ ഞങ്ങൾ பார்க்குறப்போ ഇതിൽ ഏതോ എഴുതിയിട്ടുണ്ടാ സാർ. എപ്പോഴാണ് അവനെ കണ്ടത്? അത് പിന്നെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്കേ നമ്മുടെ കാരത്തോട് പാലമില്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചാൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടെങ്കിൽ പോന്നു. എടോ, എൻ്റെ മോൻ മരിച്ചിട്ട് 3 ദിവസമായി. 3 ദിവസമായിട്ട് പോലീസുകാർ അന്വേഷിച്ച് നടക്കാൻ ഡയറി ആയത്. നിങ്ങൾ പറഞ്ഞ ആ പാലത്തിൻ്റെ അടിയിൽ നിന്നാണ് അവൻ്റെ ബോഡി കിട്ടിയത്. അപ്പം നമ്മുടെ കൂടെ കാറിൽ